നമസ്കാരം. ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് നമുക്കൊരു ബയോഡാറ്റ പേജ് മേക്കറിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ബയോഡാറ്റ ഇവിടെ വെയ്റ്റ് ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഓക്യുപ്പേഷണൽ ജോബ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കി നമുക്ക് കൊടുക്കാനുള്ള ഡീറ്റെയിൽസൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒന്ന് വേഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടുന്ന് കോപ്പി ചെയ്തിട്ട് പേജ് മേക്കറിലേക്ക് കൊണ്ടുപോകണം ചെയ്യും. പേജ് മേക്കറിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേഡിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്പെല്ലിംഗ് കറക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വേഡിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് Ctrl+S കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് Ctrl+C കോപ്പി ചെയ്ത് നമുക്ക് പേജ് മേക്കറിലേക്ക്. അപ്പം ഞാനിവിടെ പേജ് മേക്കർ എടുത്തു. പേജ് മേക്കറിൽ ന്യൂ ഫയൽ, ഇവിടെ നമ്മൾ പേജ് സൈസ് സെലക്ട് ചെയ്യേണ്ടത് A4 സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മൾ എഡിറ്റിനകത്ത് നിന്ന് പേസ്റ്റ്, നമ്മൾ വേഡിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഡോക്യുമെൻറ്റ് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സൂം ചെയ്യാനായിട്ട് Ctrl+1 കൊടുക്കുമ്പോൾ കുറച്ച് സൈസ് സൂം ചെയ്ത് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ Ctrl+2 കൊടുത്താൽ കുറച്ചുകൂടി വലുതായിട്ട് കാണാം. അപ്പോൾ Ctrl+1 കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഓൾ സെലക്ഷൻ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്തിട്ട് Ctrl+A പ്രസ് ചെയ്ത് ഓൾ സെലക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം Ctrl+M എഴുതി പാരഗ്രാഫ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ആഫ്റ്ററിൽ 0.11 ഇഞ്ചസ് കൊടുക്കേണ്ട അത് നമ്മൾ 0 ആക്കി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും ഓരോ ലൈനിലും ഇടയ്ക്ക് ആഫ്റ്റർ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആഫ്റ്റർ സ്പേസ് നമുക്കിപ്പോൾ സെറ്റ് ചെയ്യുന്നത് വേണ്ട, അത് കളയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെയുള്ള ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇഞ്ചസ് അല്ല ഉപയോഗിക്കുന്ന സ്കെയില് മില്ലിമീറ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ പേജ് മേക്കർ ഫയൽ എടുക്കുമ്പോൾ എപ്പോഴും ഇഞ്ചസിലാണ് പുതിയ പേജ് വയ്ക്കുന്നത്. അത് മാറ്റുന്നത് നമ്മുടെ റൂളറിൽ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇഞ്ചസ് ഡെസിമൽ, മില്ലിമീറ്ററിലൊക്കെ. അപ്പോൾ ഞാനിവിടെ മില്ലിമീറ്റർ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ താഴേക്കും മില്ലിമീറ്റർ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ടാബൊക്കെ സെറ്റ് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ടാബ് സെറ്റ് ചെയ്തിരുന്നു. എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ പേരാണ് പേര് ഇതിൽ കൊണ്ടുവന്ന് പേര് സെലക്ട് ചെയ്യുന്നു. പേര് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടൂൾ ബാറിൽ ഞാനിത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ടൂൾ ബാറിൽ ഈസി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഞാനൊരു 18 പോയിൻറ്റിലേക്ക് മാറ്റുകയാണ്. അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കുറയ്ക്കാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ളത് അത് 0.10 അതും ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു എൻ്റർ അടിക്കുകയാണ്. എൻ്റർ നമ്മുടെ ഫോണിൻ്റെ പിയുടെ ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കഴ്സർ പോയിൻ്റ് വെച്ചിട്ട് എൻ്റർക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്കവിടെ കുറച്ച് ഗ്യാപ്പ് കിട്ടും. അതിനുശേഷം നമ്മളവിടെ ടാബ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോണും ഇമെയിലും ഒരിടത്തും, അതുപോലെ തന്നെ അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും അതിൻ്റെ ഓപ്പോസിറ്റും വരാറുണ്ട്. അപ്പോൾ ഞാനിവിടെ അഡ്രസ്സ് കട്ട് ചെയ്തിട്ട് ഒരേ ലൈനിലേക്ക് തന്നെ പേസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി നേരെ ആയിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വരാനായിട്ട് അതും സെലക്ട് ചെയ്തിട്ട് ഒരു ലൈനിൽ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ രണ്ട് ഭാഗവും സെലക്ട് ചെയ്തതിന് ശേഷം ടാബ് സെറ്റ് ചെയ്യാൻ പോകണം. ഒരു ഭാഗം റൈറ്റ് പോർഷനിലും ഒരു ഭാഗം ലെഫ്റ്റിലേക്കും മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ
അപ്പോൾ ടാബ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ടൈപ്പിനകത്ത് ഇൻഡൻ്റ് ടാബ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ ടാബ് സെറ്റ് ചെയ്യേണ്ടത് അവിടെ ടാബ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ടാബ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് ടാബാണ് കൊടുത്ത് അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ അഡ്രസ്സിൻ്റെ അതാണ് പുതിയ ടാബ് അവിടെ കൊടുത്തു. അതുപോലെ തന്നെ ഡേറ്റിൽ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാബ് സെറ്റ് ചെയ്തപ്പോഴേക്കും ഡൽഹി എന്നുള്ളത് താഴേക്ക് പോയി. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ I അല്ലെങ്കിൽ ടൈപ്പിനകത്തുനിന്ന് ഇൻ്റർനെറ്റ് ടാബ് എടുക്കുക. ഈ ടാബ് ഇങ്ങനെ ഈ നീല ബാറിൽ പിടിച്ച് മൂവ് ചെയ്യാവുന്നതാണ് നമുക്ക്. അതിനുശേഷം ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ടാബ് എത്രത്തോളം മാറണമെന്ന് നോക്കിയിട്ട് അപ്ലൈ കൊടുക്കുക. നമുക്കിവിടെ അപ്ലൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ വെച്ച് അപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ തൊട്ട് താഴത്തെ ലൈനും ജെൻഡറും നാഷണാലിറ്റിയും ഉണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ലൈനിലേക്ക് ടാബ് കൊടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ലൈനിൽ ടാബ് കിട്ടുന്നതിന് വേണ്ടി ഈ ഫോണിൻ്റെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇന്ത്യൻ വരെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ I പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഈ ടാബ് തന്നെ കൊടുക്കാനായിട്ട് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം ഓക്കെ. എന്നിട്ട് ജെൻഡർ കൊടുത്ത് ജെൻഡർ എതിരെ നാഷണാലിറ്റി അടുത്ത ടാബാണ്. അവിടെ നാഷണാലിറ്റിയുടെ എന്നിൻ്റെ അവിടെ കഴ്സർ പോയിന്റ് വെച്ചിട്ട് ടാബ് പ്രസ് ചെയ്യുക. ടാബ് കീബോർഡിൽ ടാബ് എന്നുള്ള കീയാണ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് രണ്ടും സെറ്റ് ചെയ്തു. ഇനി നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ലൈന് ആഫ്റ്റർ ബിഫോർ ടു കൊടുക്കാം. അതിനുവേണ്ടി പാരഗ്രാഫ് സ്പെസിഫിക്കേഷൻ എടുക്കുന്നു. കൺട്രോൾ M ആണ് കീബോർഡിൽ ഷോർട്ട് കട്ട്. അവിടെ ഞാൻ 2 കൊടുക്കുന്നു. ഒരു 2 പോയിൻ്റ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. 2 പോരെങ്കിൽ നമ്മൾ വീണ്ടും കൺട്രോൾ M അടിക്കുന്നു. ഒരു 4 കൊടുക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ എഡ്യൂക്കേഷൻ്റെ അവിടെ കഴ്സർ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ M വെച്ച് പാരഗ്രാഫ് സ്പേസ് ബിഫോർ 4 കൊടുക്കുന്നു. അതിനുശേഷം 2011 2015 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നമുക്ക് ടാബ് സെറ്റ് ചെയ്യണം. ടാബ് സെറ്റ് ചെയ്യാനായിട്ട് 2011 മുതൽ സോഫ്റ്റ്വെയർ വന്ന എക്സ്പീരിയൻസിന് മുമ്പായിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ I സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ പുതിയൊരു ടാബ് കൂടെ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം എവിടെയാണോ ടാബ് പ്രസ് ചെയ്ത് അടുത്ത് ഇത് വന്നോ അതിലേക്ക് നമുക്ക് ടാബ് അടിച്ച് നീക്കി കൊടുക്കാം. 2015 എന്നുള്ളത് ഇവിടെ തന്നെ മതി. ഈ ബാച്ചുലർ ഓഫ് എന്നത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് മാറ്റണമെങ്കിലും ടാബ് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനാണ്. സ്പെസിഫിക്കേഷനും അങ്ങോട്ട് മാറ്റി. അപ്പം ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന മാത്രം നിങ്ങൾ ഒരുപാട് ഇതിൽ കൊടുത്തിരിക്കുന്ന മാറ്ററിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഞാനിതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് തെറ്റുകളൊക്കെ കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ആഫ്റ്റർ സ്പേസ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം വരുന്നത് എക്സ്പീരിയൻസാണ്. എക്സ്പീരിയൻസും ഇതുപോലെ തന്നെ ഇതേ ടാബിൽ നമുക്ക് കൊടുക്കാനാണ്. അപ്പം ഈ 2011 മുതൽ എക്സ്പീരിയൻസ് വരെ നമ്മൾ സെലക്ട് ചെയ്ത് കൺട്രോൾ I കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. നമ്മളിവിടെ ജൂൺ ടു പ്രസൻറ്റ് വരെയാണ്. ഞാനിവിടെ ടാബ് ഫ്രീലാൻസിൻ്റെ സെലക്ട് ചെയ്തിട്ട് നമ്മളത് ടാബ് അടിച്ചിട്ട് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് പിന്നെ ടാബ് അടിച്ച് കൊടുക്കുക. എപ്പോഴും എത്ര ടാബ് വേണമെന്ന് നോക്കുക. ആ ടാബ് നമ്മൾ ടാബിൽ സെറ്റ് ചെയ്ത ശേഷം ടാബ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് സ്കില്ലാണ്. സ്കില്ലിന് ശേഷം ഇതുപോലെ തന്നെ ഇതേ ടാബിന് വീണ്ടും വേണ്ട ഭാഗം ആദ്യം സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇനി വേണ്ട ഭാഗത്തേക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോളായി കൊടുക്കുന്നു, അപ്ലൈ കൊടുക്കുന്നു, പിന്നെ സ്കില്ല് കൊടുത്തു. ഓരോന്നിനും ടാബ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കൺട്രോൾ 0 അടിച്ച് നോക്കുകയാണ്. അപ്പം നമ്മുടെ പേജിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പേജ് ഫില്ലായിട്ട് വെക്കണമെങ്കിൽ കുറച്ചുകൂടി ഗ്യാപ്പ് അഡീഷണൽ ഗ്യാപ്പ് കൊടുക്കാം. അപ്പം ഫോണ്ട് സൈസ് ഇത് 11 ഉള്ളൂ. ഞാൻ ഈ 11 എന്നുള്ളത് ഫോണ്ട് സൈസ് 12 ആക്കുന്നു. 12 ആക്കുന്നു. അതുപോലെ തന്നെ ലഡിങ് എന്നുള്ളത് ഒരു 18 കൊടുക്കുന്നു. 18 അല്ലെങ്കിൽ 20 കൊടുക്കുന്നു. അതുപോലെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഒരു ചെറിയ ഡിസൈൻ, അതുപോലെ നമുക്ക് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണം. അപ്പം ഈ നമ്മളെ പറ്റിയുള്ള കണ്ടൻറ്റ് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ഏരിയ സ്പേസ് വേണം. അതിന് എൻ്റർ അടിച്ചിട്ട് കുറച്ചുകൂടെ സ്പേസ് അത് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം അതൊരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സൈഡിലായിട്ടാണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്.